ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. സമുദ്ര ലംഘന ഭാഗമാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. പദകപതിരിവ പവനസുതനഥ വിഹായസ ഭാനുബിംബാഭയ പോകും ദശാന്തരേ അമരസമുദയമനില തനയ ബലവേഗങ്ങൾ ആലോക്യ ചുന്നാർ പരീക്ഷണാർത്ഥം തഥാ സുരസയൊടു പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും. ത്വരിതമനിലജമതി ബലങ്ങളറിഞ്ഞതി സൂക്ഷ്മദൃശാ വരികെന്നതു കേട്ടവൾ ഗഗനപഥി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധോ മേവിനാൾ. കഠിനതരമലറിയവൾ അവനോടുര ചെയ്തിതു കണ്ടീലയോ ഭവാനെന്നെ കപിവര ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹിതമശനമിഹ നൂനമദ്യത്വയാ വീര വിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ. മമവദന കുഹരമതിൽ വിരവിനോടു പൂക നീ മറ്റൊന്നുമോർത്തു കാലം കളയായി കേടോ. സരസമിതിരപസതരമതനു സുരസാഗിരം സാഹസാൽ കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ. അഹമഖില ജഗദധിപനമര ഗുരു ശാസനാൽ ആശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവാശോവാ വരുന്നതുമുണ്ടു ഞാൻ. ജനകനരപതി ദുഹിതചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ. തവ വദന കുഹരമതിലപകത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടു വന്നു പൊക്കിയിടുവൻ. അനൃതമകതളിരിലൊരു പൊഴുതുമറിവീലഹ ആശുമാർഗം ദേഹി ദേവി നമോസ്തുതേ. തദനു കപികുലവരനോടവളുമുര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേ തുമേ. മനസി തവ സുദൃഢമിതി യതി സപതി സാദരം വാപിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ. അതിവിപുലമുടലുമൊരു യോജനയാമമായി ആശുകനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധികതരവദന വിവരമുടനാകുല അത്ഭുതമായഞ്ചു യോജനാവിസ്തൃതം. പവനതനയനുമതിനു ചടിതി ദശയോജന പരിമിതി കലർന്നു കാണായോരനന്തരം. നിജമനസി ഗുരുകുതുകമുടു സുരസയും തഥാ നിന്നാളിരുപതു യോജനവായുമായി. മുഖകുഹരമതി വിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. അലമലമിതമയമലൻ അനുതുജയമാർക്കുമെന്നൻപതു യോജനവാ പിളർന്നീടിനാൾ. അതു പൊഴുതു പവനസുതൻ അതികൃശ ശരീരനായി അങ്കുഷ്ഠതുല്യനായുൾപ്പുക്കരുളിനാൻ. തദനു ലഘുതരമവനു മുരുതര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു
ചൊല്ലിനാൻ. ശൃണു സുമുഖി സുരസുഖ പരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ശരണമിഹ ചരണ സരസിജയുഗളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. പ്ലവക പരിവൃഢ വചന നിശമന ദശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും. വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുത. രഘുപതിയോടഖിലമറിയിക്ക തൽക്കോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം. അറിവതിനു തവ ബല വിവേക വേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനഹം. നിജചരിതമഖിലം അവനോടറിയിച്ചു പോയി നിർജരലോകം ഗമിച്ചാൾ സുരസയും. പവനസുതനഥ ഗഗനപഥികരുട തുല്യനായി പാഞ്ഞു പാരാവാര മീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അചലമരനോടു ചൊല്ലിയിടിനാൻ. ചെന്നു നീ സൽക്കരിക്കേണം കപീന്ദ്രനെ. സകര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമിന്നു ചൊല്ലുന്നിതെല്ലാവരും. തദഭിജന ഭവനറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമിവൻ. ഇടയിലൊരു പതനമവനില്ല തൽക്കാരണാലിച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിടണം. മണികനകമയൻ അമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ. ഹിമശിഖരി തനയനഹമറിക കപിവീരനീ എന്മേലിരുന്നു തളർച്ചയും തീർക്കെടോ. സലിലനിധി സരഭ സമയക്കയാൽ വന്നു ഞാൻ സാദവും ദാഹവും തീർത്തു പോയിക്കൊള്ളുകെടോ. അമൃത സമജലവും അതിമധുര മധുപൂരവൂ മാർദ്ദപക്വങ്ങളും ഭക്ഷിച്ചുകൊള്ളുക നീ. അലമലമി തരുതരുതു രാമകാര്യാർത്ഥമായാശു പോകും വിധൗ പാർക്കരുതെങ്ങുമേ. പെരുവഴിയിൽ അശന ശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്ക എന്നുള്ളതും അനുചിതമിതറിക രഘുകുല തിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം. മനസ്സ് ലങ്കാപുരിയിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള ഹനുമാന്റെ യാത്രയാണിത്. ജീവിതത്തിൽ ലക്ഷ്യം ഒന്ന് ദൃഢമായി സങ്കല്പിച്ച് മുന്നേറുന്ന എല്ലാ ആളുകളുടെ മുന്നിലും പ്രലോഭനത്തിൻ്റെയോ പ്രകോപനത്തിൻ്റെയോ ആയ ഒരുപാട് തടസ്സങ്ങൾ എപ്പോഴും ഉയർന്നു നിൽക്കാറുണ്ട്. ഈ തടസ്സങ്ങളെ കൂടി മറികടക്കുമ്പോൾ മാത്രമാണ് നാം വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത്. സുരസയും മൈനാകവുമൊക്കെ അത്തരത്തിലുള്ള തടസ്സങ്ങളായി ഹനുമാന്റെ മുന്നിൽ നിവർന്നു നിൽക്കുകയാണ്. ആ തടസ്സങ്ങളെ കൂടി മറികടക്കുമ്പോഴാണ് ഹനുമാൻ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. പുനരവനുമനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ. തദനു ജലനിധിയിലതിഗഭീരദേശാലയെ സന്തതം വാണെഴും ഛായാഗ്രഹിണിയും. സരിതധിപനു പരിചോടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ. അതു പൊഴുതു മമഗതി മുടക്കിയതാരെന്നിതന്തര പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയകരാംഗിയേ കണ്ടളവാഘ്രിപാദേന
കൊന്നിടിനാൻ തൽക്ഷണേ നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണദിക്കു നോക്കി കുതിച്ചിടിനാൻ. കാണുന്നില്ലേ, വീണ്ടും തടസ്സമാണല്ലോ ഹനുമാന്റെ മുന്നിൽ. ഇപ്പോൾ ഛായാഗ്രഹിണിയാണ് വരുന്നത്, നിഴലി പിടിച്ച് നിർത്തി കൊന്നു തിന്നുന്ന ഭയങ്കരിയായ രാക്ഷസി. ആ രാക്ഷസിയെപ്പോലും മറികടന്നുകൊണ്ടാണ് ഹനുമാന്റെ യാത്ര. നിഴലിനെപ്പോലും പിടിച്ചു നിർത്താൻ ശക്തയാണ് അവളെന്ന് ആലോചിച്ച് നോക്കണം. ഇതാണ് പ്രലോഭനങ്ങളുടെ പ്രത്യേകത. അതിനെയൊക്കെ കീഴ്പ്പെടുത്തി വേണം നാം ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ. ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാഗോപുരാഗ്രേ കപീന്ദ്രനും ദശവദന നഗരമതി വിമല വിപുല സ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം ബഹുലഫല കുസുമദലയുത വിടപി സങ്കുലം വല്ലീകുലാവൃതം പക്ഷിമൃഗാന്വിതം മണികനകമയ അമരപുരസദൃശമംബുധീ മധ്യേ ത്രികൂടാചലോപരി മാരുതി. കമലമകൾ ചരിതമറിവതിനു ചെന്നൻ പോടു കണ്ടിതു ലങ്കാനഗരം നിരുപമം കനക വിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയൊടു ചടിതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ. നിശിതമസി നിശിചരപുരേ കൃശരൂപനായി നിർജ്ജനദേശേ കടപ്പനെന്നോർത്തവൻ നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജ്ജരവൈരീപുരം ഗമിച്ചിടിനാൾ. ഇനി ലങ്കാലക്ഷ്മി മോക്ഷമാണ്. ലങ്കാലക്ഷ്മിയും പ്രലോഭനത്തിൻ്റെ വലിയൊരു പ്രതിരൂപമായി ഹനുമാന്റെ മുന്നിൽ നിൽക്കുകയാണ്. പ്രകൃതി ചപലനുമധികമചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനി മകളടിമലരുമകതളിരിലോർത്തു കൊണ്ടഞ്ജനാനന്ദനൻ അഞ്ജസാ നിർഭയം ഉടൽകടുകിനൊടു സമമിടത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതരമലറിയൊരു രജനി പരിവേഷമായി കാണായിതു ലങ്കാശ്രീയെയും തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാൻ ഏകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം. അസുരസുര നര പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷവചനമൊടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കപീന്ദ്രനും. രഘുകുലജവര സജീവ വാമമുഷ്ടി പ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും കപിവരനോടവളുമെഴുന്നേറ്റു ചൊല്ലിടിനാൾ. കണ്ടേനെടോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമ പുരൈവധാതാവുതൻ വിരാ പറഞ്ഞിതെന്നോടിതു മുന്നമേ സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ കമലദല നയനൻ അവനിയിലവതരിക്കുമുൾക്കാരുണ്യമോ അഷ്ടവിംശതി പര്യയേ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനകനൃപവരനു മകളായി നിജമായയും ജാതയാം പങ്ക്തിമുഖവിനാശത്തിനായി സരസിരുഹ നയനനടവിയിലത തപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരേ ദശവദനനവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി പുക്കിരിക്കുന്ന നാൾ
സപതി രഘുവരനോടു അരുണജന്നു സാചിവ്യവും സംഭവിക്കും പുന സുഗ്രീവശാസനാൽ. സകല ദിശി കപികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവാന്തികേ. കലഹം അവനോടു ചടിതി തുടരുമളവെത്രയും കാതരയായി വരും നീ എന്നു നിർണയം. രണനിപുണനോടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണമനുജ്ഞയും. ഒരു കപിയോടൊരു ദിവസം അടിച്ചടിതി കൊൾകിൽ നീ ഓടിവാങ്ങിക്കൊള്ളുകെന്ന് വിരിഞ്ചനും. കരുണയൊടുകത കപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടം പല കാലവും. ലഘുഗതിയൊടടിയനിരിയുടെയൊഴിയെ നടകൊള്ളുക നീ, ലങ്കയും നിന്നാൽ ജിതയായി തിന്നെടോ. നിഖില നിശിചര കുലപതിക്കുമരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു. ഭഗവതനുചര ഭവതു ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്നു കണ്ടിടുക ദേവിയെ. ത്രിദശ കുലരിപുദശ മുഖാന്തപുരവരെ ദിവ്യലീലാവനേ പാദപസങ്കുലേ. നവകുസുമദല സഹിത വിടപിയുത ശിംശപാ നാമവൃക്ഷത്തിൻ ചുവട്ടിലതിശുചാ. നിശിചരികൾ നടുവിലഴലൊടുമരുവിടുന്നെടോ. നിർമ്മലഗാത്രിയാം ജാനകി സന്തതം. ത്വരിതമവൾ ചരിതമുടനവനൊടറിയിക്ക പോയി അമ്പുധിയും കടന്നമ്പരാന്തേ ഭവാൻ. അഖില ജഗദധിപതി രഘൂത്തമൻ പാതുമാമസ്തുതേ സ്വസ്തിരത്യുത്തമോത്തം സമേ. ലഘുവചന മധുരമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. ഇനിയാണ് ആഞ്ജനേയൻ സീതാദേവിയെ കാണാൻ പോകുന്നത്. ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേലുല്ലംഘിദേബ്ധൗ പവനാത്മജന്മനാ. ജനക നരപതിവരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോ. ജനക നരപതി ദുഹിർദ്രുവരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും. തതനു കപികുലപതി കടന്നിതു ലങ്കയിൽ താൻ അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ. ഉദിതര വികിരണ രുചി പുണ്ടൊരു ലങ്കയിൽ ഒക്കെ തിരഞ്ഞാനൊരേടമൊഴിയാതെ. ദശവദനമണി നിലയമായിരിക്കും മമ ദേവിയിരിപ്പേടമെന്നോർത്തു മാരുതി. കനകമണി നികര വിരചിതം പുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമൂർത്തിയിടിനാൻ. ഉടമയൊടും അസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപവനവും അമൃതസമ സലിലയുതവാപിയും ഉത്തുംഗസൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സചിവ ബലപതികൾ ഭവനങ്ങളും സൗവർണസാല ധ്വജ പതാകങ്ങളും ദശവദനമണി ഭവന ശോഭ കാണും വിധോ ദിക്പാലമന്ദിരം ധികൃതമായി വരും. കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധൗ. കുസുമചയ സുരഭിയൊടു പവനനദി ഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ. ഉപവനവും ഒരുതര തരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും
അതിനികിടമഖില ജഗദീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ. മലിനതരചികുര വസനം പൂണ്ടു ദീനയായി മൈഥിലി താൻ കൃശഗാത്രിയായെത്രയും ഭയവിവശം അവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചു നിനച്ചലം. നയനജലമനവരതമൊഴുകിയൊഴുകി 14 രാമരാമേതി ജപിക്കയും നിശിചരികൾ നടുവിലഴലൊടുമരുവുമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി വിടപിവര ശിരസി നിബിഡച്ഛദാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നീടിനാൻ. ദിവസകര കുലപതി രഘൂത്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കപിവരൻ കമലമകളഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ. കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം. ദിവസകര കുലപതി രഘൂത്തമൻ കാര്യവും ദീനത എന്നിയേ സാധിച്ചിരുന്നു ഞാൻ. ഇതി പലവുമകതളിരിലോർത്തു കപിവരനിത്തിരി നേരമിരിക്കും ദശാന്തരേ. അസുരകുലവരനിലയനത്തിൻ പുറത്തു നിന്നാശു ചില ഘോഷശബ്ദങ്ങൾ കേൾക്കായി. കിമിതമിതി സബതി കിസലയജലൻ നിലീനനായി കീടവദ്ദേഹം മറച്ചു മരുവിനാൻ. വിബുധകുലരിപു ദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കപികുഞ്ചരൻ. അസുരസുര നിശിചരവരാംഗനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദനൻ അനവരതമകതളിരിലുണ്ടു തൻ ദേഹനാശം ഭവിക്കുന്ന തെന്നീശ്വരാ. സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു ഞാൻ. നിശിതതര ശരശകലിതാംഗനായി കേവലേ നിർമ്മലമായ ഭഗവൽപദാംബുജേ. വരദജനമരും അമൃതാനന്ദപൂർണമാം വൈകുണ്ഠരാജ്യമെനിക്കെന്നു കിട്ടുന്നു. അതിനുപത സമയമിതമിതി മനസി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോന്നിടിനേൻ. അതിനുമൊരു പരിഭവമൊടുഴറി വന്നീൽ അവനായുർവിനാശകാലം നമുക്കാഗതം. ശിരസി മമ ലിഖിതമിഹ മരണസമയം ദൃഢം. ചിന്തിച്ചു കണ്ടാലതിനില്ല ചഞ്ചലം. കമലജനുമറിയരുതു കരുതുമളവാർക്കുമേ കാലസ്വരൂപനാമീശ്വരൻ തന്മതം. കമലജനുമറിയരുതു കരുതുമളവാർക്കുമേ കാലസ്വരൂപനാം ഈശ്വരൻ തന്മതം. ഈശ്വരൻ്റെ നിശ്ചയം അതാർക്കാണ് അറിയുവാൻ കഴിയുക? നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അനുഭവിച്ചു വരുന്ന ഓരോ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ അതുതന്നെയല്ലേ സത്യം. എന്നും നല്ലതു തന്നെ വരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും കിടന്നുറങ്ങാം എന്നല്ലാതെ മറ്റെന്താണ് നമുക്കൊക്കെ സാധ്യമായിട്ടുള്ളത്? ഏതായാലും ഈ ഭാഗത്ത് ഇന്നത്തെ പാരായണം ഉപസംഹരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.